പ്രളയകാലത്ത് കേരളത്തിന് വിദേശ ധനസഹായം നിഷേധിക്കപ്പെട്ടതും മഹാരാഷ്ട്രയ്ക്ക് അത് അനുവദിച്ചതുമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? 2010 വിദേശ സംഭാവന നിയമപ്രകാരം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് അനുമതി ലഭ്യമാക്കിയതിനാലാണ് അവർക്ക് വിദേശ ധനസഹായം നേടാനായത്. FCRAയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സംഭാവന സ്വീകരിക്കാം. FCRA മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ നേടിയെടുത്തത്. അതിനുള്ള അനുമതി നൽകുന്നതോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമാണ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിന് ഇതൊന്നും ആലോചിക്കാൻ പോലും സാവകാശമുണ്ടായിരുന്നില്ല. 2004 UPA സർക്കാരാണ് ദുരന്തം നേരിടാൻ വിദേശ സഹായം വേണ്ടെന്ന് ആദ്യമായി നിലപാടെടുത്തത്. ഇന്ത്യ ഈ അവസ്ഥകൾ സ്വയം നേരിടും, സഹായം ആവശ്യമെങ്കിൽ മാത്രം സ്വീകരിക്കും എന്നതായിരുന്നു നിലപാട്. സുനാമി, കാശ്മീർ വെള്ളപ്പൊക്കം, ഉത്തരാഖണ്ഡ് ഉരുൾപൊട്ടൽ ഇവയ്ക്കൊന്നും ഇന്ത്യ വിദേശ സഹായം സ്വീകരിച്ചിരുന്നില്ല. ഇതൊക്കെയാണ് കേന്ദ്രം കേരളത്തിന് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ സംഗതി ഇതൊക്കെയാണെങ്കിലും വിഷയം ചർച്ച ചെയ്യാനും നമ്മുടെ പരിഭവം കേന്ദ്രത്തെ അറിയിക്കാനും ധനമന്ത്രി KN ബാലഗോപാൽ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. മുണ്ടക്കൈ ദുരന്തത്തിൽ പ്രത്യേക ദുരിതാശ്വാസ ധനസഹായം വൈകുന്നതടക്കമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.